എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രവും സചേതനവും കാര്യക്ഷമവുമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതാണ് 2026-27 വർഷത്തെ ഈ ബജറ്റ് എന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിയമത്തിലെ 214 വകുപ്പ് ബജറ്റിനെ സംബന്ധിച്ചും 175 വകുപ്പ് വാർഷിക വികസന പദ്ധതി ബജറ്റിന്റെ ഭാഗമാക്കുന്നതിനെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ജനാധിപത്യം പുലരേണ്ടത് ഗ്രാമങ്ങളിലാണെന്ന മഹാത്മജിയുടെ വാക്കുകൾ ഹൃദയത്തിലേറ്റി ഗ്രാമസ്വരാജ് എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് അധികാര വികേന്ദ്രീകരണ ജനകീയ ആസൂത്രണ പ്രക്രിയയുടെ വിശാലമായ മാതൃക തീർത്ത് ശിരസ്സുയർത്തി നിൽക്കുന്ന മലയാള നാട് വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും സമാനതകളില്ലാത്തതും വേറിട്ടതുമായ ബദൽ സംസ്കാരം ഉയർത്തുകയാണ്. ഒട്ടനവധി വികസന മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2026-27 വാർഷിക ബജറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയെയും സേവന മേഖലയെയും മൃഗസംരക്ഷണം പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബജറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഒരു തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യമാണ് മൈലം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ പാല്, മുട്ട ഇങ്ങനെ ഉള്ള ഉൽപ്പന്നത്തിന് പഞ്ചായത്തിനെ സ്വയം പര്യാപ്തത ആക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സേവന മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഭവനരഹിതർ ഇല്ലാത്ത ഒരു പഞ്ചായത്താക്കുക എന്നതാണ് മൈലം പഞ്ചായത്തിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, മാലിന്യ സംസ്കരണം എന്നിവയിലെ പുരോഗതി എന്നിവയെല്ലാം മൈലം പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. പുതിയ റോഡുകള്, ചെറിയ നടപ്പാതകൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് കൂടുതലായും ഞങ്ങൾ പശ്ചാത്തല മേഖലയിലൂടെയൊക്കെ സാധ്യമാക്കുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവരെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെതായ മൈലം കഫേ, മൈലം വെജിറ്റബിൾ സ്റ്റോൾ എന്നിവ വനിതകൾക്കായി ഇട്ടുകൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ആശയത്തെ പറ്റിയും മുന്നോട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് ആക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. അങ്ങനെ നിരവധി ലക്ഷ്യങ്ങളുമായിട്ട് ഒട്ടനവധി പദ്ധതികളുമായാണ് 2026-27 ബജറ്റ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ജനക്ഷേമവും മാതൃകാപരവുമായ ഒരു പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി മൈലം ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി അജിത അശോകനെ ബജറ്റ് അവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, പഞ്ചായത്ത് സെക്രട്ടറി, AS അക്കൗണ്ടന്റ്, മറ്റ് ജനപ്രതിനിധികളെ, 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിന്റെ അവതരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ സ്ഥിര സമിതി അധ്യക്ഷന്മാര്, മറ്റ് ജനപ്രതിനിധികളെ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തേതും 2026-27 സാമ്പത്തിക വർഷത്തേക്കുമുള്ള ബഡ്ജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കാലാകാലങ്ങളിൽ അനിവാര്യമായ പുനഃക്രമീകരണങ്ങളും കമ്മിറ്റികളുടെ അഴിച്ചുപണികളും ഭരണപരമായ തിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സമയബന്ധിതമായി തന്നെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത് ഒരു ദൗത്യമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്.
സ്വപ്നങ്ങളുടെ വർണ്ണാഭമായ ഗോപുരങ്ങളിലല്ല, മറിച്ച് ലക്ഷ്യബോധമുള്ള ചുവടുവയ്പ്പുകളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വെറും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നതിന് പകരം മൈലം ഗ്രാമപഞ്ചായത്തിൽ അധിവസിക്കുന്ന ഓരോ മനുഷ്യനും തുല്യനീതിയുടെ തണൽ ലഭിക്കുന്ന തരത്തില് വൈവിധ്യങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുമാല പോലെ കോർത്തിണക്കി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള വികസനമാണ് ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ബഡ്ജറ്റ് വഹിക്കാൻ പോകും. 2026-27 ആകെ പ്രതീക്ഷിത വരവുകൾ: നികുതി വരുമാനം, വസ്തുനികുതി 85 ലക്ഷം രൂപ, തൊഴിൽ നികുതി ജീവനക്കാരുടെയും സ്ഥാപനങ്ങളുടെയും ചേർത്ത് 17 ലക്ഷം രൂപ. ആകെ നികുതി വരുമാനം 1,02 ലക്ഷം രൂപ. നികുതി ഇതര വരുമാനം: വാടക 6,000 രൂപ, ലൈസൻസ് ഫീസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഫീസുകളും യൂസർ ചാർജുകളും വഴിയുള്ള വരവ് 52,92,750 രൂപ. ടെൻഡർ ഫോറം ഉൾപ്പെടെയുള്ള വിവിധ ഇനങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം 6,76,500 രൂപ. വിവിധ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന പലിശ 15 ലക്ഷം രൂപ. ആകെ നികുതി ഇതര വരുമാനം 73,75,250 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 2,83,65,000 രൂപ. 2026-27 സാമ്പത്തിക വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന ആകെ റവന്യൂ വരവുകൾ 4,59,40,250 രൂപ. 2026-27 സാമ്പത്തിക വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന മറ്റ് മൂലധന വരവുകൾ 20,20,70,188 രൂപ. ക്ഷേമ പെൻഷൻ വിതരണം, അംഗൻവാടി അനുപൂരക പോഷകാഹാര വിതരണം, ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പ്രതീക്ഷിക്കുന്ന കേന്ദ്രാവിഷ്കൃതവും സംസ്ഥാനാവിഷ്കൃത പരിപാടികൾക്കായുള്ള വരവുകൾ 10,57,77,000 രൂപ. ലൈഫ് ഭവന പദ്ധതികൾക്കായി സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വായ്പ 2 കോടി രൂപ. ആകെ പ്രതീക്ഷിത വരവുകൾ 37,87,438 രൂപ. മുൻ സാമ്പത്തിക വർഷത്തെ നീക്കിയിരിപ്പ് 7,78,36,531 രൂപ. അങ്ങനെ ആകെ 45,20,23,969 രൂപ. അതാണ് ചെലവ്. വരവിൽ നമുക്ക് വന്നേക്കുന്നത് ഇത്ര രൂപയാണ്. ചെലവ് ഇനത്തിൽ വരുന്നത് ചെലവ് ആകെ അപ്രതീക്ഷിത ചെലവും നീക്കി ബാക്കിയും കൂടെ ചേർത്ത് 2026-27 സാമ്പത്തിക വർഷത്തിൽ ജനപ്രതിനിധികൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലുള്ള ജീവനക്കാർ എന്നിവരുടെ ശമ്പളം, ഓണറേറിയം, വേതനം, ബോണസ്, സിറ്റിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള വിവിധ ഭത്തകൾ, സേവന വിരാമ ആനുകൂല്യങ്ങൾ നൽകൽ എന്നിങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 2,41,80,500 രൂപ വകയിരുത്തുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ അച്ചടി, ഓഫീസ് സ്റ്റേഷനറി വാങ്ങൽ, പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകൽ, വാർത്താവിനിമയ ചെലവുകൾ, പോസ്റ്റേജ് വരിസംഖ്യയും ഡൊണേഷനും നൽകൽ, വിവിധ ഉദ്ഘാടന ചടങ്ങുകളുടെ സംഘാടനം വഹിക്കൽ, ഗ്രാമസഭകളുടെ സംഘാടന ചെലവ്, അതിഥി സൽക്കാരം, തെരഞ്ഞെടുപ്പ് ചെലവുകൾ, വിവിധ വാടകകൾ, അടവാക്കൽ, കോടതി വ്യവഹാരങ്ങളുടെ നടത്തിപ്പ്, മറ്റ് അസാധാരണ ചെലവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ ഭരണ ചെലവുകൾ നിർവഹിക്കുന്നതിലേക്കായി 60,20,000 രൂപ വകയിരുത്തുന്നു. തെരുവ് വിളക്കുകളുടെ പരിപാലനം, അറ്റകുറ്റപ്പണി, വൈദ്യുതി ചാർജ്, അടിയന്തര ആവശ്യത്തിലേക്കായി ഹെവി വാഹനങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവയുടെ വാടക നൽകൽ, പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, പഞ്ചായത്ത് വാഹനങ്ങൾ തുടങ്ങിയ സ്ഥാപന ജംഗമ ആസ്തികളുടെ ഇന്ധനം, വൈദ്യുതി, അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള ചെലവിലേക്കായി 54 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഉൽപാദന മേഖല: തരിശുരഹിത മൈലം ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം നിറവേറ്റുക, പഞ്ചായത്ത് പ്രദേശത്തെ അനുയോജ്യമായ സ്ഥലങ്ങളിലെല്ലാം നെൽകൃഷി വ്യാപിപ്പിക്കുക,
കാർഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്കും വനിതാ ഗൃഹനാഥകൾക്കും ഒരു സ്ഥിര വരുമാനം ലഭ്യമാക്കുക, പാൽ, മുട്ട, മാംസം എന്നിവയുടെ ഉൽപാദനത്തിൽ പഞ്ചായത്തിനെ സ്വയം പര്യാപ്തമാക്കുക, കന്നുകുട്ടി പരിപാലനം, മുട്ടക്കോഴി വളർത്തൽ എന്നീ പദ്ധതികളിലൂടെ ഗ്രാമീണ മേഖലയിൽ ഒരു സ്ഥിര വരുമാനം ലഭ്യമാക്കുക, പാൽ സബ്സിഡി അനുവദിക്കൽ, കിടാരി വളർത്തൽ, ആട് വളർത്തൽ, പോത്ത് വളർത്തൽ, ഉരുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയ ഉൽപാദന മേഖലയെ സക്രിയവും കാര്യക്ഷമവുമാക്കുന്നതിലേക്കായി 1,99,76,000 രൂപ വകയിരുത്തുന്നു. സേവന മേഖല: അംഗൻവാടി അനുപൂരക പോഷകാഹാര വിതരണം, വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, വയോജനങ്ങളുടെയും ശയ്യാവലംബരായ രോഗികളുടെയും പരിചരണം, വനിതകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഭവനരഹിതർ ഇല്ലാത്ത പഞ്ചായത്ത് സൃഷ്ടിക്കൽ, വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ വാസയോഗ്യമാക്കൽ, പട്ടികജാതി ജനവിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ, കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ മികച്ച പുരോഗതി സൃഷ്ടിക്കൽ, കലാ സാംസ്കാരിക മേഖലകളിൽ ഫലപ്രദമായ പുരോഗതി സൃഷ്ടിക്കൽ, ഘടക സ്ഥാപനങ്ങളുടേത് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി പൊതുജന സേവനത്തിന്റെ വേഗതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക, ആരോഗ്യ മേഖലയിൽ ഒരു മൈലം പഞ്ചായത്ത് മാതൃക സൃഷ്ടിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനായി 10,7,26,250 രൂപ വകയിരുത്തുന്നു. വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ, ഭവന പുനരുദ്ധാരണം, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോൺ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള സേവന മേഖലാ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ അഗതിക്ഷേമ പരിപാടികൾ, ദാരിദ്ര്യ ലഘൂകരണം, കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി, സൽഭരണ പ്രവർത്തനങ്ങൾ, ടൂറിസം വികസനം, പഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സേവനം മെച്ചപ്പെടുത്തൽ, വിവിധ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണത്തിനായി പുതിയ വാഹനം വാങ്ങൽ, കുടിവെള്ള വിതരണം, പുതിയ കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 10,50,00,000 രൂപ വകയിരുത്തുന്നു. പശ്ചാത്തല മേഖല: പഞ്ചായത്ത് പ്രദേശത്ത് നിലവിൽ ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുന്ന റോഡുകൾ, നടപ്പാതകൾ എന്നിവയുടെ നവീകരണം, പുതിയ റോഡുകൾ, നടപ്പാതകൾ, കൈവരികൾ എന്നിവയുടെ നിർമ്മാണം, പുതിയ ഓടകളുടെയും കലങ്കുകളുടെയും നിർമ്മാണവും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണികളും, പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ നവീകരണം, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ അടക്കമായുള്ള പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തെരുവുവിളക്കുകളുടെ പരിപാലനം, പഞ്ചായത്ത് ഓഫീസിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സമഗ്ര കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയെ സമഗ്ര വികസനത്തിനായി 3,42,00,000 രൂപ വകയിരുത്തുന്നു. ഇപ്രകാരം ആകെ 45,23,693 രൂപ വരവും 44,44,18,155 രൂപ ചെലവും 72,05,538 രൂപ നീക്കിബാക്കിയും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തേക്കുള്ള ഈ ബജറ്റ് സമഗ്ര ചർച്ചകൾക്കും ഭേദഗതി നിർദ്ദേശങ്ങൾക്കുമായി സവിനയം ഈ സഭ മുമ്പാകെ സമർപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ബജറ്റിന് സംസ്ഥാന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറ മാധുവിനെ ക്ഷണിച്ചു. ചായ കുടിച്ചതിന് ശേഷം
ബഹുമാന്യായ അധ്യക്ഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അജിത അശോക്, പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറി, ബഹുമാനരായ ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പത്രപ്രവർത്തകർ, 2026-27 വർഷത്തെ വികസന ബഡ്ജറ്റ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും മൈലം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ സ്വയം പര്യാപ്തതയിലേക്ക് വിവിധ മേഖലയിൽ പാലിന്റെ ആയാലും മുട്ടയുടെ ആയാലും എല്ലാം ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നാടിനെ സ്വയം പര്യാപ്തയിലെത്തുന്നതിന് ആവശ്യമായ തരത്തിലുള്ള പ്രോജക്റ്റുകൾ, കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടി ആവശ്യമായ പ്രോജക്റ്റുകളെല്ലാം, നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും വരും കാലങ്ങളിൽ നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിൽ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്തായി ഉയർത്തുന്നതിന് ആവശ്യമായ നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടക്കം ഉള്ള ബജറ്റാണ്. തീർച്ചയായും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ പടിവാതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇലക്ഷന്റെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി രൂപീകരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ 2026-27 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആസൂത്രണ നിർവഹണ സമിതി പോയി അതിന്റെ അംഗീകാരം നേടി എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് ബജറ്റ് തയ്യാറാക്കേണ്ടതിൻ്റെതായ ചില അടിയന്തരമായി ചെയ്യേണ്ടതായ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ, അക്കൗണ്ടന്റ് അടക്കം, നമ്മുടെ പ്ലാൻ ക്ലർക്ക് അടക്കമുള്ള ആളുകളും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നിർവഹണ ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായി ഈ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു ടീമായി തന്നെ, ജനപ്രതിനിധികളടക്കം ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും പെട്ടെന്ന് സമയബന്ധിതമായും ഈ കാര്യങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും വരും കാലങ്ങളിൽ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും നല്ല ചർച്ചകളും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി അശോകിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, നമ്മുടെ വൈസ് പ്രസിഡന്റ് അജിത അശോകൻ, നമ്മുടെ സെക്രട്ടറി AS, മറ്റ് ജനപ്രതിനിധികളെ, നമ്മുടെ ഈ 26-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ മൈലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മൗസവോടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടി ഇതിനകത്ത് നമ്മുടെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലെയും സമഗ്ര പുരോഗതി ഈ ഭരണസമിതി ഇതിനകത്ത് നല്ല പോലെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ അനുയോജ്യമായ ബഡ്ജറ്റ് വരും കാലങ്ങളിലും നമ്മൾ എല്ലാവരുടെയും എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പുരോഗതി കൈവരിച്ച് നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും നല്ല പഞ്ചായത്ത് എന്ന രീതിയിൽ എത്തിക്കാനുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല സഹകരണവും സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്നും ഈ ബഡ്ജറ്റിനെ നല്ല രീതിയിൽ ഞാൻ സ്വാഗതാർഹം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗിരിജ മുരളീധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. മൈലം ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിയിലെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, അതേപോലെ നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അജിത അശോക്, പഞ്ചായത്തിന്റെ സെക്രട്ടറി AS, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര്, ചെയർമാന്, അതുപോലെ എൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർപേഴ്സൺ, കുടുംബശ്രീയുടെ ചെയർപേഴ്സണ്, വൈസ് ചെയർപേഴ്സണ്, ആസൂത്രണ സമിതിയുടെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ അക്കൗണ്ടന്റ്, ബഡ്ജറ്റിന്റെ പ്രാധാന്യമായ ഒരു അദ്ദേഹമാണ് ബഡ്ജറ്റിന്റെ നമ്മുടെ അക്കൗണ്ടന്റ്,
നമ്മുടെ 2026-27 പദ്ധതിയിലെ ബഡ്ജറ്റ് നല്ല രീതിയിൽ കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നല്ല രീതിയിൽ ഫണ്ട് വിനിയോഗിച്ച് തന്നെ ഫണ്ട് ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ വരും വർഷത്തെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കൂടുതൽ വിലയിരുത്തിക്കൊണ്ടാണ്, കഴിഞ്ഞ ബഡ്ജറ്റിനെക്കാട്ടിൽ നല്ല രീതിയിൽ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ചെലവാക്കി നമുക്ക് നല്ലൊരു പഞ്ചായത്താക്കി കൊണ്ടുപോകണം. അതുപോലെ ഇപ്പോഴത്തെ DPCക്ക് പോയിട്ടുണ്ട്, അതും ഒന്നുകൂടെ റിലീസ് ചെയ്ത് ഒന്നുകൂടെ ഒരു പദ്ധതിക്ക് ഉൾപ്പെടുത്തണം. ഇതിനകത്ത് ആ ഫണ്ട് കൂടെ കുറെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫ് പദ്ധതിയിലും നമ്മുടെ വനിതകളുടെ പ്രോജക്റ്റ് ആയാലും നമ്മുടെ നെൽകൃഷിക്ക് കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തിയാലും എല്ലാം നല്ല രീതിയിലുള്ള ഫണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതേ രീതിയിൽ നമ്മുടെ ഈ 5 വർഷത്തെ ഫണ്ടും ഇതേപോലെ നല്ല ബഡ്ജറ്റുകൾ രൂപീകരിച്ച് നമ്മുടെ ഈ 5 വർഷവും നല്ല ഒരു പഞ്ചായത്തായിട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അതേപോലെ നമ്മുടെ പഞ്ചായത്ത് കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ മൈലം പഞ്ചായത്തിന്റെ നല്ലൊരു പഞ്ചായത്തായിട്ട് തന്നെ കൊണ്ടുപോകണം. അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെല്ലാം നല്ലതുപോലെ സഹകരിച്ച് നമ്മുടെ ഈ ബഡ്ജറ്റും അംഗീകരിച്ച് ഉച്ചകഴിഞ്ഞത് അംഗീകരിച്ച് നല്ല പദ്ധതി രൂപീകരിച്ച് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ബഡ്ജറ്റിന് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, അതുപോലെ ഈ ബജറ്റ് സമ്മേളനത്തിലെ ഈ ബജറ്റ് ഔപചാരികമായി അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത അശോകൻ അടക്കമുള്ള ജനപ്രതിനിധികൾ, സെക്രട്ടറി അടക്കമുള്ള ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ അടക്കമുള്ള പ്രിയപ്പെട്ട ജീവനക്കാർ, മറ്റ് ജനപ്രതിനിധികളെ, മറ്റ് ആസൂത്രണ സമിതിയിൽ അടക്കമുള്ള അംഗങ്ങളെ, ഇവിടെ ഈ ബജറ്റിൽ വൈസ് പ്രസിഡന്റും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷയും എല്ലാം സൂചിപ്പിച്ചതുപോലെ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒരു തിരഞ്ഞെടുപ്പ് വർഷം കൂടിയായതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അടക്കം ബജറ്റുകൾ രൂപീകരിച്ചതിന് തുടർന്ന് പല ഭേദഗതികളും വരുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റിലും വലിയ മാറ്റങ്ങൾ തുടർന്നും വരുത്താൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമ ഐശ്വര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്, നമ്മുടെ ഗ്രാമപഞ്ചായത്തും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ഭവന നിർമ്മാണ പദ്ധതി, അതോടെ ആരോഗ്യ മേഖല, അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖല. ഈ 3 മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം വലിയ അളവിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിക്കാണ്, ഇത്തരം ഒരു പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിയ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ 3 മേഖലയിലെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതി അടക്കം ലോൺ എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന പല പദ്ധതികളിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൂടി പങ്കാളിയായിക്കൊണ്ട് ഇനിയും ശേഷിക്കുന്ന ചുരുക്കം ഭവനരഹിതരായിട്ടുള്ളവരെ പൂർണ്ണമായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പാർപ്പിടം എത്തിക്കുക എന്നുള്ളതാണ് ആ ഭവന നിർമ്മാണ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാർഷിക വിളകൾക്ക് വില കിട്ടുന്നതിനായാലും ജോലിക്കൂലി ഇനത്തിലായാലും മറ്റ് പന്നി അടക്കമുള്ള മറ്റ് ക്ഷുദ്രജീവികളുടെ ശല്യം കൊണ്ട് ഇന്ന് കാർഷിക മേഖലയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നു. ആ മേഖലയെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബജറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ധാരാളം പ്രോജക്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി തുടർന്ന് അടുത്ത സാമ്പത്തിക വർഷവും നിലവിലുള്ള രീതിയിൽ നടന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് നമ്മുടെ ഈ കാർഷിക മേഖലയിലെ വിത്തും വളങ്ങളും അതുപോലെ കാർഷിക വിളകൾ വളർത്തുന്നതിനൊക്കെയുള്ള നഴ്സറികൾ സ്വന്തമായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുക. അതോടൊപ്പം ഫലവൃക്ഷ തൈകള്
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന ഇനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആവശ്യപ്പെട്ട കർഷകരുടെയും വീടുകളിൽ നട്ടുവളർത്തുക തുടങ്ങിയ ധാരാളം പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് സംയോജിതമായി തന്നെ അല്ലെ കൃഷിവകുപ്പിന്റെ കൂടി സഹകരണത്തോടുകൂടി നടത്തുന്നതാണ് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം അതും നമ്മുടെ ഈ ബജറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നടത്തിവരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ മാറാരോഗങ്ങൾക്കും നൽകുന്ന മരുന്ന് വിതരണം അത് കുറച്ചുകൂടി നമ്മുടെ ആരോഗ്യ വകുപ്പിന് കൂടുതൽ ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ഫണ്ടുകൾ പഞ്ചായത്ത് നൽകിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ രോഗികൾക്കും ഇത്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്യാമ്പുകൾ നടത്തി ആ പദ്ധതി ഒരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി ഒരു മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യം കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരമുള്ള വലിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. വിവിധങ്ങളായ ഏജൻസികളിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഫണ്ടുകൾ കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫണ്ടുകൾ നികുതി ഇനത്തിൽ നികുതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിൽ നികുതി അതുപോലെ നമ്മുടെ ആഡംബര നികുതി അടക്കമുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളിൽ നിന്ന് ലൈസൻസ് ഫീസ് അടക്കമുള്ളത് പൂർണ്ണമായി പിരിച്ച് കിട്ടുന്നതിനുള്ള തുക ചിലപ്പോൾ ബജറ്റിൽ ഉള്ളതിൻ്റെ അത്രയും കൂട്ടായി അത് പിരിച്ചെടുക്കുന്നതിനും ആ നികുതി വരുമാനം പൂർണ്ണമായി വരുന്ന ഒരു സാമ്പത്തിക വർഷക്കാലത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പദ്ധതികളും ഫണ്ടുകളും നടപ്പിലാക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ബജറ്റ് വലിയ ഒരു സമൂഹത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും ഈ ബജറ്റിനെയും സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി സന്തോഷ് ബാബുവിനെ ക്ഷണിച്ചു. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ ആദരണീയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത അശോകൻ, നമ്മുടെ സെക്രട്ടറി AS, സഹ പ്രവർത്തകരെ, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അവതരണ സമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, നമുക്ക് വിശദമായി എല്ലാം നോക്കാനൊന്നും ഉള്ള ഒരവസരവും സമയവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ സംസാരിച്ച കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഈ തരിശ് രഹിത പഞ്ചായത്ത് എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ തരിശ് രഹിതം എന്ന് പറയുമ്പോൾ നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മൈലം പഞ്ചായത്തിൽ ആകെ പള്ളിക്കൽ കേന്ദ്രീകരിച്ച് 2-3 ഏലകളിൽ, ചരടൂർ ഏല, കരിച്ചാൽ ഏല, പള്ളിക്കൽ ഏല, ഈ 3 ഏലയിൽ മാത്രമേ നെൽകൃഷി യഥാർത്ഥത്തിൽ നടക്കുന്നുള്ളൂ. നെൽകൃഷി ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ജലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. വെള്ളം സമയത്ത് കിട്ടുന്നില്ല. ഈ പ്രദേശത്തും നമ്മൾ തോട്ടിൽ നിന്നുള്ള വെള്ളം ഈ സമയത്ത് കിട്ടത്തില്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മൂന്ന് പൂ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കനാൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 പൂ കൃഷി ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ പൂവറ്റൂർ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് നമുക്ക് 3 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും കൂടി ചേരുന്ന പ്രദേശം, നെടുവത്തൂർ, കുളക്കടയും മൈലവും പഞ്ചായത്തുകളും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും കൂടി ചേരുന്ന ഈ ഒരു വലിയ പ്രദേശത്ത് വെള്ളം കിട്ടുന്ന കനാല്
നാളിതുവരെയായിട്ടത് ഫങ്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് നമ്മളൊരു സംയുക്ത പ്രോജക്റ്റ് എന്നൊരു നിലയിൽ ഒരു സംഭവം ചെയ്യണം, അത് ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് നേരത്തെ ഒരു നിർദ്ദേശം വന്നിരുന്നു. തുടർന്നും അത്തരം കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തുകളും കൂടി ചേർന്നാൽ ഒരുപക്ഷെ അതൊരു വിജയകരമായി നടപ്പിലാക്കാനായിട്ട് നമുക്ക് ജലക്ഷാമത്തിനൊരു പരിധിവരെ പരിഹാരമുണ്ടാവുകയും കൃഷിയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. നെൽകൃഷി ഈ പറഞ്ഞതുപോലെ 3 പൂ കൃഷി ചെയ്യുവാൻ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒട്ടനവധി വയലേലകളിൽ അത്തരത്തിലുള്ള ഒരു സംരംഭം പടുത്തുയർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ യുവജനങ്ങളെ പാടെ അവഗണിച്ചതായി കാണുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ യുവജനങ്ങളുടെ കലാ കായിക രംഗങ്ങളിലൊക്കെ അവരുടെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങളടക്കമുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉൽപാദന മേഖലയിൽ പഞ്ചായത്ത് പ്രധാനമായിട്ട് നമുക്ക് നികുതിയേതര വരുമാനം എന്ന നിലയിൽ വളരെ ചെറിയ ഒരു സംഖ്യയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഉൽപാദന മേഖലയിൽ ചെറുകിട യൂണിറ്റുകളൊക്കെ കുടുംബശ്രീ ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പഞ്ചായത്തിൽ അത്തരം സംരംഭങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഉൽപാദന മേഖലയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമുക്ക് നാളിത്രയുമായിട്ട് സബ് സെന്ററുകൾ നമ്മുടെ അലോപ്പതി ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ സബ് സെന്ററുകൾ നാളുവരെയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ സബ് സെന്ററുകളെ സംബന്ധിച്ച് കൂടി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭവനരഹിതരായിട്ടുള്ള ആളുകൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു സ്വപ്നം ആണ് നമ്മുടെ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്നും ഭൂമിയില്ലാത്ത ആളുകൾ ഇന്നും നമ്മുടെ പഞ്ചായത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങി കൊടുക്കുന്നതിനുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ ഈ ജലജീവൻ മിഷൻ വളരെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നമ്മുടെ രാജ്യത്തൊട്ടാകെ നടക്കുന്ന ഒരു വലിയ സംരംഭം മൈലം പഞ്ചായത്തിൽ അതൊരു പരിപൂർണമായ ഒരു പരാജയത്തിലേക്കാണ് അത് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുന്നതിനെ പറ്റി എന്നായിരിക്കും. അതേപോലെ തന്നെ നേരത്തെ ഭവനരഹിതരുടെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ കിടക്കുന്ന വീടുകളുണ്ട്. അതിന് നമുക്ക് അധികമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്. അതേപോലെ തന്നെ ഈ വഴിയില്ലാത്ത വാഹനം കയറി പോകാൻ വഴിയില്ലാത്ത പല പ്രദേശത്തും വീടുകൾ വെച്ചിട്ടുള്ളവർക്ക് ലേബർ ചാർജ് അധികം താങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനങ്ങളിലേക്ക് വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ സംരംഭത്തിന് ഈ ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതായി ബൈജു അമ്പറിനെ ക്ഷണിച്ചോളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ദിവ്യ ചന്ദ്രശേഖർ അവർ, ബഹുമാനപ്പെട്ട പഞ്ചായത്തിലെ ജീവനക്കാരെ, ജനപ്രതിനിധികളെ, നിർവഹണ ഉദ്യോഗസ്ഥരെ, എല്ലാവർക്കും നമസ്കാരം. 2026-27 ബഡ്ജറ്റാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. 3-4 ദിവസം മുമ്പേ വികസന കമ്മിറ്റി കൂടുകയുണ്ടായിരുന്നു. അതിലെ കുറേ സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഒക്കെ അക്കൗണ്ടന്റ് ചെയ്തു തരികയുണ്ടായി. അത്യാവശ്യം ശിശു വികസനം, വാർദ്ധക്യമായ ആളുകളെ പരിചരിക്കൽ, ആരോഗ്യപരമായ കാര്യങ്ങൾ, കൃഷി
പിന്നെ പുനരുദ്ധരിക്കുന്ന കാര്യങ്ങൾ, തരിശു ഭൂമി ഇടാതെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. പിന്നെ സന്തോഷ് സാറ് പറഞ്ഞ പോലെ യുവജനങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ നല്ലൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ നമ്മുടെ മാത്രമല്ല റോഡുകളുടെ വികസനം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് എല്ലാം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവരും അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഷീബ ജയമെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, വൈസ് പ്രസിഡന്റ് അജിത അശോകൻ, അതോടൊപ്പം തന്നെ സെക്രട്ടറി, എൻ്റെ സഹപ്രവർത്തകരെ, നിർവഹണ ഉദ്യോഗസ്ഥരെ, മാധ്യമപ്രവർത്തകരെ, നമുക്ക് ഇപ്പോൾ ഇവിടെ 2026-27 ബഡ്ജറ്റ് അവതരണം ഏകദേശം നമുക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ മുന്നോട്ട് ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ഇത് എത്രയും പ്രാവർത്തികമാക്കി ജനമനസ്സുകളിലേക്ക് എത്തിച്ച് നാടിന് വേണ്ടുന്ന വികസനം നമ്മളിൽ കൂടി അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ഈ നാട്ടിലെ ജനങ്ങൾ, ഈ പഞ്ചായത്ത് നല്ലൊരു നിലയിലേക്ക് എത്തുവാനും, അതായത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് ഏവർക്കും ഈ 5 വർഷം നല്ല മെമ്പർമാരാകുവാനും നാടിന് വേണ്ടുന്ന വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഈ ബഡ്ജറ്റിന് വേണ്ടുന്ന എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജോഷി മെമ്പറിനെ ക്ഷണിച്ചോളൂ. അടുത്തത് ആര്യ മെമ്പറിനെ ക്ഷണിച്ചോളുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ്, ആദരണീയനായ നമ്മുടെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജനപ്രതിനിധികളെ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള ഓഫീസേഴ്സ്, നല്ല വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 2026-27 വർഷത്തിലെ വാർഷിക ബജറ്റിനെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ജനങ്ങളുടെ ക്ഷേമവും വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ബജറ്റ് അവതരണം ആയി തന്നെയായിരുന്നു. മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടി എല്ലാ മേഖലകളെയും കരുത്ത് ആർജിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ വിഭാഗക്കാരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്നത് വളരെ നിസ്സംശയം നമുക്ക് പറയാം. ഈ ബജറ്റ് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ പുരോഗതിക്ക് ഒരു വലിയൊരു വഴിത്തിരിവായി മാറുമെന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് പ്രവർത്തിച്ച് എടുക്കാൻ, നല്ല പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തന മികവ് കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബജറ്റിനെ 2026-27 വാർഷിക ബജറ്റിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ജനപ്രതിനിധികൾ ആരെങ്കിലും ആശംസ അറിയിക്കാൻ ഉണ്ടോ? ആസൂത്രണ ബഹുമാനപ്പെട്ട അധ്യക്ഷ, മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, ബഹുമാനായ സെക്രട്ടറി, ബജറ്റ് അവതരിപ്പിച്ച ബഹുമാനായ വൈസ് പ്രസിഡന്റ്,
നല്ല രീതിയിൽ ഒരു ബജറ്റ് അവതരണം നടത്തിയെങ്കിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ബജറ്റല്ല അത്. ഇച്ചിരി കൂടെ ഫണ്ട് നമ്മുടെ മൈലം പഞ്ചായത്തിലെ നമുക്കറിയാം, കഴിഞ്ഞ ചർച്ചകളിലെല്ലാം കുടിവെള്ളത്തിനെ കുറിച്ച് നമ്മൾ മീറ്റിങ്ങുകളിൽ സംസാരിച്ചായിരുന്നു. അതിനുവേണ്ടിയുള്ള ഇച്ചിരി കൂടെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ വേണമായിരുന്നു നമ്മുടെ അവതരണം, ഇച്ചിരി കൂടെ ഫണ്ട് കൂട്ടിക്കൊണ്ട്. പിന്നെ നമ്മുടെ യുവജനങ്ങളെ, നമുക്ക് 21 വാർഡിൽ നല്ല നല്ല യുവജനങ്ങളുണ്ട്, ഒട്ടനവധി ക്ലബ്ബുകളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു സമഗ്ര ഒരു പദ്ധതി നമ്മൾ രൂപീകരിക്കണമായിരുന്നു. ചർച്ചയിൽ അതൊക്കെ വന്നെങ്കിലും അതിനുവേണ്ടിയുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടില്ല. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മെമ്പർമാരും ചെയർപേഴ്സണൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ പട്ടികജാതി ഉന്നതിയിലേക്കുള്ള ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് പാടെ അത് വിട്ടുകഴിഞ്ഞു. പട്ടികജാതി വികസനത്തിനെ കുറിച്ച് ഈ ബജറ്റിൽ യാതൊരു ഇതും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം, മൈലം പഞ്ചായത്തിൽ വിവിധ കോളനികളുള്ളതാണ്. ഉന്നതികളുടെ വികസനങ്ങൾ, ലഹരികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഉന്നതികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരികൾ, മാഫിയകൾ, വെളിയിൽ നിന്ന് വരുന്ന മാഫിയകൾ. അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പോ അല്ലെങ്കിൽ ഉന്നതിയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ബജറ്റിൻ്റെ അകത്ത് വന്നില്ല. പിന്നെ ലൈഫ് പദ്ധതി എല്ലാ വാർഡിലും വീടിൻ്റെ ബെൽറ്റ് കെട്ട് വരെ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പകുതി നിർമ്മാണം വരെ കിടക്കുകയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു നടപടി ഈ ബജറ്റിൻ്റെ അകത്ത് വന്നിട്ടില്ല. കാരണം എൻ്റെ വാർഡിൽ തന്നെ 8ഓളം വീടുകൾ പകുതി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ, അങ്ങനെ എല്ലാ വാർഡിലും ആ രീതിയിലുള്ള ഒരു പദ്ധതിക്കകത്ത് ഇച്ചിരി കൂടെ ഫണ്ട് വകമാറ്റണമായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലൈഫ് മിഷൻ പദ്ധതി പൂർത്തീകരിക്കണം. കാരണം 533ഓളം ഭവന പദ്ധതികളാണ് ഇവിടെ കിടക്കുന്നത്, വീട് ഗുണഭോക്താവർ. എത്രയും പെട്ടെന്ന് തന്നെ അതിനെ എല്ലാ വാർഡിൽ നിന്നും ഗുണഭോക്താവരെ വിളിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നു. പിന്നെ ലഹരികളെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തണം. അതിനുവേണ്ടിയുള്ള ഫണ്ടും കൂടെ നല്ല രീതിയിൽ നടത്തണം. മാന്യമായ നല്ല രീതിയിലുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ച കൊല്ലം ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ബജറ്റ് അവതരണമാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ പ്രാബല്യമായി കഴിഞ്ഞാൽ നല്ലൊരു മൈലം പഞ്ചായത്തിൻ്റെ നല്ലൊരു സ്ഥാനത്തേക്ക് നമ്മൾ മാറും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. അതിന് എല്ലാ രീതിയിലും ഈ ബജറ്റിനെ സ്വാഗതം ചെയ്തുള്ളൂ. ബഹുമാനപ്പെട്ട മൈല ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൈലം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥര്, മെമ്പർമാരെ, കുടുംബശ്രീക്കാര്, മാധ്യമപ്രവർത്തകരെ, മൈലം പഞ്ചായത്തിന്റെ 26-27 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം ഒരുപാട് സങ്കടമുണ്ട്. കാരണം യുവജനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണവും SC/ST മേഖലകളിലുള്ള അവരെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൈലം പഞ്ചായത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങളും പരിശോധിച്ചാൽ യുവജനങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് എന്താണ് ഈ പ്രാതിനിധ്യം നൽകിയെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ യുവജനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ബഡ്ജറ്റും SC/ST മേഖലകളിലുള്ള വീടുകളുടെ ആയാലും അവിടെ പല ആനുകൂല്യങ്ങൾ സ്പോർട്സ് ഐറ്റത്തിലായാലും മറ്റ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടായാലും തൊഴിൽപരമായാലും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മൈലം പഞ്ചായത്തിൽ ഓരോ വാർഡുകൾ വെച്ച് എടുത്തു നോക്കിയാലും
ഒരു 20 പേര് പുറത്ത് വികലാംഗര് തന്നെ ഉണ്ട്. അത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി. കാരണം ഒരു വാർഡിൽ ഒരു 10 പേര് കൂടുതലെങ്കിലും വികലാംഗര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തോടുകൂടിയാണ്. അപ്പൊ അവർക്ക് ലഭിക്കേണ്ട ബഡ്ജറ്റിൽ അവതരിപ്പിക്കേണ്ട യാതൊരുവിധമായ കാര്യങ്ങളും അവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ്. അതിന് കുടുംബശ്രീ വഴി തൊഴിൽ കണ്ടെത്തണം. അപ്പം ഈ വികലാംഗരെ ആയാലും യുവജനങ്ങളെ ആയാലും പിന്നെ സ്ത്രീകളെ ആയാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും പലവിധമായ തൊഴിലുകൾ സംരംഭങ്ങൾ കണ്ടെത്തി ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതികൾ നടപ്പാക്കാൻ കുടുംബശ്രീ വഴിയായാലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മളിത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് എല്ലാവരും പാസ്സാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നു, സംസാരിക്കുന്നു. പാർപ്പിട പദ്ധതികളായാൽ തന്നെയും 4 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാല് ഒരു കാരണവശാലും ഒരു 420 സ്ക്വയർ ഫീറ്റിന് മേലെ ഒരു വീട് വെക്കാൻ ഈ വന്ന കാലത്ത് നടക്കത്തില്ല. അത്രയും ദുരിതം അനുഭവിക്കാണ്. അപ്പോൾ അതിൽ ഈ ഫണ്ടുകൾ നമ്മൾ അല്പവും കൂടെ കൂട്ടിവെക്കാനുള്ള ശ്രമഫലവും കൂടെ വേണമായിരുന്നു. അതുപോലും ഇതിനകത്ത് നടപ്പാക്കിയിട്ടില്ല. അവ പല മേഖലകളിലും വീടുകൾ വെക്കാതെ ഭിത്തിമട്ടം അത് കട്ടള വെച്ചിട്ടിരിക്കുന്നു. സാധനങ്ങൾ ചുമന്ന് കൊണ്ടുപോയി വീടുകൾ വെക്കുമ്പോഴത്തേക്ക് 4 ലക്ഷത്തിന് 6 ലക്ഷം രൂപ അവിടെ കടക്കാരാവുകയാണ്. ആ ഫണ്ടുകൾ വരെ നമുക്ക് അവർക്ക് നൽകുമ്പോഴത്തേക്ക് കാലങ്ങളും കഴിഞ്ഞ് കട്ടളയും പോയി കട്ടയും പോയി അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതേപോലെ കുടിവെള്ളം അത് പ്രധാനമാണ്. മൈലം പഞ്ചായത്തില് എത്രയും പെട്ടെന്ന് ഈ ബഡ്ജറ്റ് നില അവതരിപ്പിക്കേണ്ടതായിരുന്നു, വെക്കണമായിരുന്നു. കുടിവെള്ള പദ്ധതി മൈലം പഞ്ചായത്ത് പരിപൂർണമായി എല്ലാവരിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതി പൂർണ്ണമായി നടപ്പാക്കണം. ഈ ബഡ്ജറ്റില് കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ട് വളരെ പിന്നോട്ടാണ്. അത് കാര്യക്ഷമമായി എടുക്കുക. അപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ ഞാൻ തൃപ്തനല്ല എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഈ പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ഏതെങ്കിലും ജനപ്രതിനിധികൾ ഇനി ആശംസ അറിയിക്കാനില്ല എങ്കിൽ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി അനിതാലാലിനെ ക്ഷണിച്ചോളുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് അജിത, നമ്മുടെ പഞ്ചായത്തിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ AS, എല്ലാ വാർഡിലെയും വാർഡ് മെമ്പർമാര്, നല്ലൊരു ബഡ്ജറ്റാണ്. എല്ലാ മേഖലയും തൊട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയും തൊട്ടാണ് ഇവിടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പട്ടികജാതി മേഖലയെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ കുടിവെള്ളം മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതെല്ലാം കൃത്യതയോടെ ചെയ്ത് നമ്മുടെ പഞ്ചായത്തിന്റെ നല്ല ഉന്നതയിലേക്ക് എത്തിച്ച് ഒന്നാമതെത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ പഞ്ചായത്ത് സമിതി വാർഡ് മെമ്പർമാർക്ക് ഈ പഞ്ചായത്തിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. ഈ ബഡ്ജറ്റിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആസൂത്രണ സമിതി അംഗങ്ങൾ ആരെങ്കിലും? ആസൂത്രണ സമിതി
അടുത്തതായി ആസൂത്രണ സമിതി അംഗം ശ്രീ ബാഹുലയം പിള്ള അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷ, പഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീ ദിവ്യ ചന്ദ്രശേഖർ അവർകൾ, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സഖാവ് ശ്രീ അജിത അശോകൻ അവർകൾ, ഇപ്പോൾ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയായ മെമ്പർ ശ്രീ സരസ്വതി അവർകൾ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ജനപ്രതിനിധികൾ, അതുപോലെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികൾ, ആസൂത്രണ സമിതി, അതുപോലെ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ബഹുമാന്യരെ, അതുപോലെ പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ വരുന്ന ഒരു വർഷക്കാലം നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ, അതുപോലെ പഞ്ചായത്തര മേഖല അടക്കം ഉള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവ നല്ല രീതിയിൽ നടപ്പാക്കിയാൽ നമ്മളുടെ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിലും വികസനം ഉണ്ടാവും. അതുപോലെ സേവന മേഖല അടക്കം ഒട്ടനവധി കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിനിയോഗിക്കപ്പെടുമ്പോൾ ഈ പറയപ്പെടുന്ന ഉണ്ടായിട്ടുള്ള പോരായ്മകൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളടക്കം ഈ പദ്ധതികളുടെ എല്ലാം കീഴിൽ വരുന്നതായതുകൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടും. ഓരോന്നിൻ്റെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃഷിയുടെ തന്നെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൃഷി നടപ്പാക്കാൻ, നല്ല രീതിയിൽ നടപ്പാക്കാൻ വന്യമൃഗ ശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുക്കണമെന്ന് മാത്രമേ അതിനകത്ത് ഒന്നുകൂടി ചൂണ്ടിക്കാണി. ഞാനൊരു കർഷക സംഘടനയുടെ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഊന്നൽ കൊടുക്കാനുള്ളൂ ഉണ്ട് എന്ന് പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നന്നായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി സരസ്വതി അവരെ ക്ഷണിച്ചോളൂ. ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ അവർകൾ, നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് അജിത അശോകൻ അവർകൾ, ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, ബഹുമാന്യരായ ആസൂത്രണ സമിതി ചെയർമാൻ, അംഗങ്ങൾ, ബഹുമാന്യനായ സെക്രട്ടറി, ബഹുമാന്യരായ മറ്റ് മഹത് വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ബഹുമാന്യയായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യരെ, നമ്മുടെ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷത്തെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് കണ്ടു. ഏതായാലും ഒരു മിച്ച ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഗതാർഹമാണ്. നമുക്കറിയാം, ഒരു ഭരണകർത്താവിന്റെ മുന്നിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പദ്ധതികളും ബഡ്ജറ്റും ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾ പോലും നീതി ലഭിക്കുവാൻ കഴിയാത്ത ഒരാൾ പോലും ഇല്ലാതിരിക്കണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. വിശിഷ്യ ജനപ്രതിനിധികളായ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആഗ്രഹം. എപ്പോഴും നമുക്കറിയാം, ആഗ്രഹങ്ങൾ വലുതും
നമുക്ക് ലഭ്യമാകുന്ന റിസോഴ്സ് കുറവുമാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മുൻഗണന പാലിക്കുന്നത്. മുൻഗണന അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിന്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള സമഗ്രമായ ഒരു വികസനമാണ് നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ കാണുവാൻ കഴിയുന്നത്. സർവതല സ്പർശിയാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ഒന്ന് ഓടിച്ചു നോക്കിയതേ ഉള്ളൂ. എങ്കിലും സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വരുന്ന ആളുകളിൽ കൂട്ടായ ഉത്തരവാദിത്വം ഓരോ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ക്ഷേമവും പുരോഗതിയും വികസനവും ഒരു വർഷം നടപ്പാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൂട്ടായി പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ എവിടെയും അംഗീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് പഞ്ചായത്തിന്, നമ്മുടെ മൈലം പഞ്ചായത്തിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമ്മുടെ ഈ ബഡ്ജറ്റിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പഞ്ചായത്ത് നമ്മുടെ ഈ ഒരു വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇതിന്റെ അണിയറ ശില്പികൾ വൈസ് പ്രസിഡന്റിനോടൊപ്പം തന്നെ നമുക്കറിയാം അക്കൗണ്ടന്റ്, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടായത്. ഈ ബഡ്ജറ്റിന്റെ അണിയറ ശില്പികളായി പ്രവർത്തിച്ചവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ബഡ്ജറ്റിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെയാണ് ഇതിന്റെ ചർച്ച അല്ലേ? ഇന്ന് തന്നെ മിക്കവാറും ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അതും നല്ലതാണ്. അത് തന്നെയുമല്ല, കഴിഞ്ഞ 3-ാം തീയതി തന്നെ മൈലം പഞ്ചായത്ത് DPCയിൽ നിന്നും ഒരു വർഷത്തേക്കുള്ള പദ്ധതിയുടെ അംഗീകാരം കൂടി വാങ്ങിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും കമ്മിറ്റിക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏറെ സാക്ഷ്യം വഹിച്ച അക്കൗണ്ടന്റിനെ ക്ഷണിച്ചോളുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ജനപ്രതിനിധികളെ, സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും, 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 1-2 സാങ്കേതിക കാരണങ്ങൾ സൂചിപ്പിക്കുകയാണ്. വരവിൻ്റെ മേഖലയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ ധനകാര്യ കമ്മീഷൻ വിഹിതം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നമുക്ക് 1 കോടിയിൽ പരം തുക ധനകാര്യ കമ്മീഷൻ ഇനത്തിൽ കിട്ടുന്ന തുക ഈ തവണത്തെ 2026-27 വാർഷിക പദ്ധതിയിൽ നമുക്ക് ധനകാര്യ കമ്മീഷൻ വിഹിതം ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിഹിതങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള കുറവ് വന്നിട്ടുമുണ്ട്. മറ്റൊരു പ്രധാന ഘടകം, എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അത് അങ്ങനെ അവര് സംസാരിക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ ഈ വർഷത്തിൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സ്മാർട്ട് സംവിധാനം മുഖാന്തരമാണ്. ഇതില് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചെലവ് രേഖപ്പെടുത്താൻ നമുക്ക് അനുമതി കിട്ടിയിട്ടില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട വരവുകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ചെലവുകൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-ാം തീയതി നമുക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭ്യമായിട്ടുള്ള മുഴുവൻ പ്രോജക്റ്റുകളും പദ്ധതിയിൽ
അക്കമിട്ട് നിരത്തുന്ന രീതിയിൽ പതിവായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത്തരത്തില് യുവജനങ്ങളെ ഉൾപ്പെടുത്തിയില്ല, പട്ടികജാതി വിഭാഗങ്ങളെ അവഗണിച്ചു എന്ന രീതിയിൽ അംഗങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കേണ്ടി വരില്ലായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ബഡ്ജറ്റ് പുസ്തകത്തിലെ 5-ാമത്തെ പേജിനകത്ത് സേവന മേഖല എന്ന് പറയുന്നിടത്ത് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി തന്നെ പട്ടികജാതി വിഭാഗങ്ങളുടെയും കലാസാംസ്കാരിക മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന പദ്ധതികളെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. ഒരുപക്ഷെ അംഗങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്തതായിരിക്കാമെന്ന് കരുതുന്നു. നിങ്ങൾ ഇപ്പൊ ലഭിച്ച ഈ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ അവസാന പേജിൽ വലിയൊരു തുകയാണ് മിച്ചമായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് തന്നെ വാർഷിക പദ്ധതിയുടെ ചെലവുകൾ ഈ ബഡ്ജറ്റിന്റെ കേസ്മാർട്ടിൽ ഭാഗമായിട്ടില്ല എന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു വലിയ മിച്ചം തുക വരുന്നത്. നമ്മളത് വാർഷിക പദ്ധതിയുടെ ചെലവായിട്ട് 15 കോടി രൂപ ചെലവഴിക്കുന്നതായിട്ട് പ്രത്യേകം കാണിച്ചാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകം തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ആശയക്കുഴപ്പം മാറിക്കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ഓരോരുത്തർക്ക് കടന്നു വരാൻ പേര് വിളിക്കണം. ആയുർവേദ ഡോക്ടർ ബഹുമാനപ്പെട്ട മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ അവർ, നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച അജിത വൈസ് പ്രസിഡന്റ് മാം, പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സരസ്വതി മാഡം, നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി, പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളെ, ആസൂത്രണ സമിതി അംഗങ്ങളെ, നിർവഹണ ഉദ്യോഗസ്ഥരെ. കുറച്ച് താമസിച്ചിട്ടാണ് ഇവിടെ എത്തിയെങ്കിലും നല്ലൊരു ബജറ്റ് അവതരണമായിരുന്നു എന്നാണ് കേട്ടറിഞ്ഞത്. മൊത്തത്തിൽ വായിച്ചു നോക്കാൻ പറ്റിയില്ല. എന്തായാലും 1 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റ് എല്ലാവരും നല്ല ഉത്സാഹത്തോടെ 100% വിജയം കൈവരിച്ച് മൈലം ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്താനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ബഡ്ജറ്റ് കമ്മിറ്റിയെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കൃഷി ഓഫീസറിനെ ക്ഷണിച്ചോളണം. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളൊരു ബജറ്റ് അവതരണമാണ്. അപ്പം വളരെ വിശദമായിട്ട് നമ്മുടെ വാർഡ് മെമ്പർമാരും മറ്റുള്ളവരും ബജറ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം എനിക്ക് പറയാനുള്ളത്, കാർഷിക മേഖലയിൽ നമ്മൾ സ്വപ്നം കാണുന്ന മൈലത്തിന്റെ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരൊരു മെയിൻ ഭാഗമാണ്. നമ്മളുടെ 100% ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് തരുന്നത്. മൈലത്തെ തരിശുരഹിതമാക്കാനും മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാവും. ഒപ്പം ഇന്നിവിടെ അവതരിപ്പിച്ച ഈ ഒരു ബജറ്റിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസ അറിയിക്കുകയാണ്. അടുത്തതായി ഹോമിയോ ഡോക്ടർ. ഏറെ പ്രിയങ്കരിയായ നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ മാഡം, ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവരും, സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളും, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരെ, നമ്മുടെ 2026-27 ബഡ്ജറ്റ് അവതരണം ഇവിടെ കഴിഞ്ഞു. പക്ഷെ അതിനകത്ത്
ഹോമിയോ ഞാൻ കണ്ടില്ല, അലോപ്പതി ആയുർവേദം കണ്ടു. അപ്പം ഞാൻ സെക്രട്ടറി അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ സമയബന്ധിതമായിട്ട് DPC അപ്രൂവൽ വാങ്ങിക്കേണ്ടതുകൊണ്ട് കുറച്ച് പ്രോജക്റ്റ് എൻട്രി ചെയ്ത് വിട്ടതാണ്. അപ്പം പുറകാലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ഉറപ്പ് തന്നിരുന്നു. അതിനകത്ത് ഹോമിയോ കണ്ടില്ല. അത് ഞാൻ എടുത്തു പറയുവാണ്, എന്താണ് അതെന്ന് അറിഞ്ഞുകൂടാ. ഹെൽത്ത് റിലേറ്റഡ് പ്രോജക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇനി അതിനകത്ത് ഉൾപ്പെടുത്തിയോന്ന് അറിയില്ല. എനിവേ നല്ലൊരു ബഡ്ജറ്റായിരുന്നു, സ്വാഗതം ചെയ്യുന്നു. അത് കൊല്ലം ജില്ലയിലെ നമ്പർ 1 പഞ്ചായത്തായി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് നല്ലൊരു പഞ്ചായത്തായി വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അതേപോലെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് ASനെ ക്ഷണിച്ചോളൂ. ഏറെ ആദരണീയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ, ഇന്നത്തെ താരവും ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത അശോകൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സരസ്വതി, ഏറെ ആദരണീയനായ സെക്രട്ടറി ശ്രീ രാജീവ് സാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ള മെമ്പർമാരെ, മാധ്യമപ്രവർത്തകരെ, ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബജറ്റ് അവതരണമായിരുന്നു. ഏറെ നല്ല ഒരു ബജറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സമഗ്ര മേഖലകളെയും തൊട്ടുപോകുന്ന ബജറ്റായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അക്കൗണ്ടന്റ് ശ്രീ രാജേഷിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇനി 3-4 ദിവസങ്ങളെ കാണുകയുള്ളൂ. ആ സമയം കൊണ്ട്, ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായതുകൊണ്ട് വളരെ അക്ഷീണം പരിശ്രമിച്ച് തയ്യാറാക്കിയത്, പുതിയ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഈ ബജറ്റിനെ പറ്റിയുള്ള ഈ സംശയങ്ങൾ ദൂരീകരിച്ചുള്ള വിശദീകരണവും വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു ബജറ്റ് അവതരിപ്പിച്ച അവതരണത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. ഇനി ആരെങ്കിലും ആശംസ അറിയിക്കുന്നതിനായിട്ട് ഉണ്ടോ? ഇവിടെ പ്രിയപ്പെട്ട മെമ്പർമാര് 1-2 അപര്യാപ്ത സൂചിപ്പിക്കുകയുണ്ടായി ബജറ്റിനെ സംബന്ധിച്ച്. നമുക്ക് 2026-27 വർഷത്തെ ധനകാര്യ കമ്മീഷൻ തുക വരാത്ത സാഹചര്യത്തിലാണ് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പൂർണ്ണമായ ഒരു ബജറ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതായത് നമ്മളൊരു ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 80% മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ 3-ാം തീയതി നടന്ന DPCയില് മൈലം ഗ്രാമപഞ്ചായത്തിന്റെ 147 പ്രോജക്റ്റ് നമ്മൾ കൊടുക്കുകയും ആ പ്രോജക്റ്റുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മുടെ ഹോമിയോ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് ആണ് ആ പ്രോജക്റ്റുകളെല്ലാം വരുന്നത്. അപ്പൊ അത് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, സമാനതകളില്ലാത്ത വികസനങ്ങളാണ് നമ്മുടെ ധനകാര്യമന്ത്രിയും നമ്മുടെ MLAയുമായ ശ്രീ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വ്യക്തികൾക്കും പറയാൻ സാധിക്കും. ഓരോ വാർഡുകൾ എടുത്തു നോക്കിയാലും കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡുകളിലും എണ്ണി പറയാവുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണ നമ്മുടെ മൈലം പഞ്ചായത്തിന് വളരെയധികം നെടുന്തൂണായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മൈലം പഞ്ചായത്തിന്റെ തന്നെ ഇവിടെ ഇപ്പൊ MCF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്തയിലെ 3.5 കോടി രൂപയാണ്
ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഭരണസമിതി പൂർണ്ണമാകുമ്പോഴേക്കും നല്ല ഒരു പഞ്ചായത്തിന്റെ സാമ്പത്തികപരമായും വികസനപരമായും നമുക്ക് ഒരുപാട് നേട്ടം നമ്മുടെ ഭരണസമിതി ഇരിക്കുന്ന കാലയളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരുമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാം. ഈ പദ്ധതി ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഇത് അന്തിമമാകുകയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അക്കൗണ്ടന്റ് പറഞ്ഞപ്പോൾ ഉള്ള സംശയങ്ങൾ എല്ലാവരുടെയും ദൂരീകരിച്ച് കാണും എന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെലവുകൾ നമ്മൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ യുവജനങ്ങളെയും, അതായത് അംഗനവാടി കുട്ടികൾ മുതൽ അല്ലെങ്കിൽ അതിലും കുഞ്ഞുങ്ങൾ മുതൽ ഉള്ളവരെ പരിഗണിച്ച് വയോജനങ്ങൾ മുതലുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ 2026-27 ബജറ്റ് നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 80% മാത്രമേ നമ്മളിപ്പോൾ വകയിരുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത റിവിഷനുകളിലൂടെയും ബാക്കി പ്രോജക്റ്റുകൾ നമുക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള നിരവധി പ്രോജക്റ്റുകൾ മൈലം പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് മാത്രമേ അതിനുള്ള ഒരു അന്തിമമായിട്ടുള്ള നമുക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇനി അടുത്തതായി എല്ലാവരുടെയും സംശയം ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തതായി ഈ യോഗത്തിന് നന്ദി പറയുന്നതിനും ബജറ്റിനെ പറ്റി സംസാരിക്കുന്നതിനും നമ്മുടെ സെക്രട്ടറി രാജീവ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഈ 2026-27 കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത അശോകൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി സരസ്വതി അവർകൾ, നമ്മുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാരെ, അതുപോലെ നമ്മുടെ ആസൂത്രണ സമിതി അംഗങ്ങളെ, ഇന്ന് വളരെ മികച്ച രീതിയിൽ നമുക്ക് ഇവിടെ ഈ ബഡ്ജറ്റ്, അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള കുറേ അധികം സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സാങ്കേതികപരമായ കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ പുതിയ സോഫ്റ്റ്വെയർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയിലൊക്കെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾക്ക് അറിയാം, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേജുകളൊക്കെ ഉള്ള ഒരു പുസ്തകമായിരുന്നു അടിച്ചു തന്നിരുന്നത്. ഒരുപാട് ഹെഡുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരുപാട് ഇതിനകത്ത് കേസ്മാർട്ടിൽ ഒരുപാട് ഹെഡുകൾ കുറച്ചുകൊണ്ട് ആണ് ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൻ്റെ ടൂള് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 2026-27 വാർഷിക പദ്ധതിയിൽ നമുക്ക് അംഗീകാരം കിട്ടിയത് ഉൾപ്പെടെയുള്ളത് വന്നിട്ടുമില്ല. അതുപോലെ സർക്കാരിൻ്റെ നമ്മൾ ഈ വരവ് ഭാഗത്തുള്ള ബഡ്ജറ്റ് നമ്മുടെ സർക്കാർ തയ്യാറാക്കിയ അംഗീകരിച്ച ബഡ്ജറ്റിലുള്ള തുകകൾ നമ്മൾ വരവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചെലവിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പരിപൂർണത നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമുക്ക് ഈ മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭരണസമിതി ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഈ നേരത്തെ അക്കൗണ്ടന്റ് പറഞ്ഞ പോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷന്റെ ഒരു തുടക്ക വർഷമാണ് അടുത്ത വർഷം. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഫണ്ട് വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. അത് കാരണം നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ തുകയുടെ ഏതാണ്ട് 50% നമ്മൾ കുടിവെള്ള മേഖലകളിൽ, കുടിവെള്ള ശുചിത്വ മേഖലകളിൽ മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തുക പൂർണ്ണമായിട്ടും നമുക്ക് അത്തരം മേഖലകളിൽ നമുക്ക് വകയിരുത്തി നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രാദേശികമായിട്ടുള്ള, മുമ്പ് നമ്മൾ വിവിധ കമ്മിറ്റികളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പോലെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ കൂടെയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് മികച്ച രീതിയിൽ നമുക്ക് വരും വർഷങ്ങളിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സർവ്വ മേഖലകളുടെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് എല്ലാവരുടെയും വളരെ വളരെ സജീവമായിട്ടുള്ളൊരു ചർച്ചയും
ഒക്കെ ഇവിടെ നടക്കുകയുണ്ടായി. നമുക്കതിൻ്റെ അന്തിമമായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിലവിൽ നമ്മുടെ ഈ കെ സ്മാർട്ടിൻ്റെ ഇതനുസരിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിക്കൊണ്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അന്തിമമായിട്ടുള്ള നമ്മൾ അംഗീകരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ടന്റ് ഈ കാര്യത്തിലൊക്കെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് സെക്രട്ടറിമാർക്ക് പോലും ഇത് സംബന്ധിച്ച് പുതിയ മാറ്റങ്ങളെ സംബന്ധിച്ചൊരു ട്രെയിനിങ് ഒന്നും നമുക്ക് ജില്ലാ തലത്തിൽ തന്നില്ല. അക്കൗണ്ടന്റിനുമാർക്ക് ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് ആണ് കൊടുത്തത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ ഇരുന്ന് രാവും പകലും ഒക്കെ ഇരുന്നിട്ടാണ് ഇത്തരത്തിൽ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചത്. കാരണം ഒരുപാട് സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് സമയബന്ധിതമായിട്ട് ഇപ്പോൾ ഈ 10-ാം തീയതിക്കുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏപ്രിൽ 1 മുതൽ പല അനിവാര്യ പദ്ധതികളും നമുക്ക് കുട്ടികൾക്കായിട്ടുള്ളതായാലും പാലിയേറ്റീവിൻ്റെ ആയാലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ അപാകതകൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്മിറ്റി കൂടി റിവൈസ്ഡ് ബഡ്ജറ്റ് നമുക്ക് ഏത് അവസരത്തിൽ വേണമെങ്കിലും നമുക്ക് പാസ്സാക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അവസരങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കുറ്റമറ്റ രീതിയിലേക്ക് ഇത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പം നമുക്ക് വളരെ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ ഈ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിവ്യ ചന്ദ്രശേഖറിന് നമ്മുടെ ഭരണസമിതിയുടെ അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ മികച്ച രീതിയിൽ നമ്മുടെ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് അവർ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയ വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത അശോകന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്ത എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നല്ല നിർദ്ദേശങ്ങളും അതുപോലെ ആശയങ്ങളും ഒക്കെ ആശംസകളും ഒക്കെ ഇവിടെ അർപ്പിച്ച നമ്മുടെ ആസൂത്രണ സമിതിയിലെ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബശ്രീ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് അവിടെയൊക്കെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആരോഗ്യ മേഖലയിൽ നിന്നുള്ള എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ആരോഗ്യ മേഖലയ്ക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യവും നമുക്ക് അത് ഭരണസമിതിയുടെ ആ ഒരു പിന്തുണയൊക്കെ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ അത്തരത്തിൽ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നത്. എല്ലാ മീറ്റിങ്ങുകൾക്കും ആരോഗ്യ മേഖലയിലെ എല്ലാ ഡോക്ടർമാരും നല്ല രീതിയിൽ നമുക്ക് സഹകരണം തരുന്നുണ്ട്. അവർക്കും പ്രത്യേക നന്ദി നമ്മൾ ഇവിടുത്തെ ഭരണസമിതിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ജീവനക്കാർക്കും ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹകരിച്ച പ്രത്യേകിച്ച് നമ്മുടെ അക്കൗണ്ടന്റ് ശ്രീ രാജേഷ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ചർച്ചകളും അന്തിമമാക്കലും ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ തൽക്കാലം യോഗം അവസാനിച്ചതായി പറയുന്നു. ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.